മുട്ടപ്പത്തിരിക്കുള്ള അരിപ്പൊടി എടുത്തിട്ട് കേട്ടോ, കണ്ടില്ലേ? അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലമ്മേ നാളികേരപ്പാലല്ലേ അമ്മേ, നാളികേരപ്പാൽ അരമുറി തേങ്ങയുടെ നാളികേരപ്പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിലേക്കൊരു നാടൻ മുട്ടയുടെ നമ്മൾ പൊട്ടിച്ചൊഴിക്കാൻ വേണ്ടി വേണ്ട. ആഹാ, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണ്ട ഇല്ലേ? തരിയില്ലാണ്ട് നന്നായിട്ട് ഇളക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മുട്ടപ്പത്തിരിക്കുള്ള നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടാ കണ്ട. ഇനി നമുക്കത് ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഐശ്വര്യമായിട്ട് നമ്മൾ തീ കത്തിച്ചിട്ട് തുടങ്ങി കേട്ടോ. നമ്മുടെ പുതിയ മൺചട്ടിയിലാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ചട്ടി എന്താ ചൂടായി വരട്ടെ കേട്ടോ. നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി നല്ല അടിപൊളിയായി വന്നിട്ട് കേട്ടോ കണ്ട. ഇനി അതിലേക്ക് മാവ് ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ട പരിപാടി ചെയ്യാൻ പോകണം. അമ്മ തുടങ്ങല്ലേ പരിപാടി. ഇനി അടുത്ത ടെക്നിക്കായിട്ട് നമ്മൾ പോകുന്നതാണ് കേട്ടോ. തരി ഓയിൽ പറ്റി കൊടുക്കുക. ചട്ടി മയക്കാത്തവണ്ണമുണ്ട്, അതൊരു വശപ്പശത്. നമുക്ക് വീണ്ടും ട്രൈ ചെയ്യട്ടെ. വീണ്ടും കുറച്ച് മാവ് എടുത്തതിന് ശേഷം നന്നായി ഒഴിച്ചൊന്ന് പരത്തി കൊടുക്കണം. മൂടിച്ച് കൊടുക്കുക കേട്ടോ, എന്നാലും അതിൻ്റെ ഫങ്ഷൻ കറക്റ്റായിട്ട് നടക്കുള്ളൂ. ഇനി വെയിറ്റ് ആൻഡ് സീ എന്താവും നോക്കാം. ഇത് നല്ല രീതിയിൽ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ നിൽക്കണം. കിട്ടിയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ സക്സസ് ആയിട്ടാണ് നല്ല അടിപൊളിയായിട്ട് പത്തിരി കിട്ടിയിട്ടുണ്ട്. അടുത്തത് ലെറ്റ്സ് മേക്ക്. ഇത് കിടില്ല കൂട്ടാ. ഒന്നുണ്ട്, അടുത്തൊന്ന് മൂടി വെച്ച് കൊടുക്കുക. അതാ തുറന്ന് നോക്കട്ടെ എന്താണെന്ന് അറിയണ്ട നമുക്ക്. ഇതും നല്ല രീതിയിൽ വന്നിട്ടുണ്ടാക്കണ്ട. നല്ല ഹോൾസൊക്കെ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇതേമാതിരി നമുക്ക് ബാക്കിയുള്ള ചുട്ടെടുക്കാം കേട്ടോ. ഹായ്, നമ്മുടെ
മുട്ടപ്പത്തിരിയൊക്കെ നല്ല ഇതിൽ വന്നിട്ടുണ്ട് കണ്ട, നല്ല അടിപൊളിയായിട്ട് കണ്ട, നല്ല ഇതിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ കണ്ട നല്ല ഇതിൽ വന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല ഹോട്ടോ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ട. അത് ശ്രദ്ധിച്ചാൽ നമുക്കത് കഴിക്കാന്ന് വെച്ചാൽ നാളികേരപ്പാൽ ഒഴിച്ചിട്ടാണ് ഞാൻ ഒന്ന് കഴിക്കുക. അമ്മ നാളികേരപ്പാൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ട. നാളികേരപ്പാലിൽ വേണം നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട്. നമ്മൾ പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതൊന്നും കുതിർത്തിയിട്ട് വേണ്ട നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാലില്ല, ഇതൊന്നും ഭയങ്കരമാണ്. അപ്പോൾ നമ്മുടെ മുട്ടപ്പത്തിരി നമ്മൾ പാലിലിട്ട് കുതിർത്തി വെച്ചിട്ടാ. അപ്പോൾ നമുക്കത് കഴിച്ചോക്കാം കേട്ടോ. ഉടച്ചെടുക്കണം, അപ്പോൾ അതിൻ്റെ ഒരു ഫീലൊക്കെ ഇട്ടുള്ളൂ. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരാനുണ്ട്. അതൊക്കെ ഇടില്ല സാധനം ഇട്ടത്.